അങ്ങനെ നമ്മുടെ സുധീഷ് ആ പെണ്ണിനെക്കുറിച്ച് അവനെക്കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമ്മളെ നീതിക്കാണെങ്കിൽ പ്രാന്ത് വന്നിട്ട് എന്തായാലും ഉള്ളിൽ പോയിട്ട് വാതിലടയ്ക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് വിചാരിക്കേണ്ടത് എനിക്ക് ആ പെണ്ണിനോട് ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ നിധിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ ഡ്രാമ മുന്നോട്ട് കൊണ്ടുപോട്ടെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുഭാഷ് ഏട്ടന് ഫോൺ കോൾ വരുന്നുണ്ട്, ബ്രോക്കർ വിളിക്കുന്നുണ്ട്. നാളെ വൈകുന്നേരം ആ പെൺകുട്ടിയുടെ വീട്ടുകാർ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്, 5 മണിയാകുമ്പോഴേക്കും വരും എന്നൊക്കെ പറയുന്നത്. നമ്മുടെ സുഭാഷ് ഏട്ടനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ പേടിയാവേണ്ട, എങ്ങനെ ഈ വീട്ടിൽ ഇത് അവതരിപ്പിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ആ ബ്രോക്കറോട് പറയേണ്ടത് പിന്നെ ഒരു ദിവസം ആയിക്കൂടെ, അവർക്ക് നാളെയാണ് നല്ല ദിവസം എന്നാ പറഞ്ഞതെന്ന് പറയുന്നു. ഇപ്പം എന്തിനാ നിങ്ങൾ എല്ലാം ശരിയാവാഞ്ഞിട്ടായിരുന്നു പെൺകുട്ടീനെ, ഇപ്പം ശരിയായപ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് പറയുന്നത്. എന്തായാലും അവർ നാളെ വരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രോക്കർ ഫോൺ കട്ടാക്കുന്നുണ്ട്. പിന്നെ കാണിക്കണത് എന്തായാലും രാവിലെ ആവേണ്ട നമ്മുടെ സുഭാഷ് ഏട്ടനാണെങ്കിൽ ഒരു പണി എടുക്കാൻ തോന്നുന്നില്ല. നമ്മുടെ നിധിയാണെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ ഓരോന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി സുഭാഷ് ഏട്ടനോട് ചോദിക്കേണ്ടത് എന്താ സുഭാഷ് ഏട്ടൻ പറ്റിയത്, എന്താ നിങ്ങൾ ഒറ്റയ്ക്ക് സംസാരിക്കണേ, ഒന്നുമില്ല മോളെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നികേഷും വരുന്നുണ്ട്. നികേഷ് പറയേണ്ട ഏട്ടാ ടിഫൻ ബോക്സ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ വേഗം കയ്യിലെടുത്ത് നിന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ നികേഷ് ചോദിക്കേണ്ട ഏട്ടാ ഞാൻ ടിഫൻ ബോക്സ് അല്ലേ ചോദിച്ചാൽ, എന്താ ഏട്ടന് പറ്റിയെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് വേഗം നമ്മുടെ സുഭാഷ് ഏട്ടയെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ടിഫൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. അതിലാണെങ്കിൽ ഒന്നും ഭക്ഷണമൊന്നും നിറയ്ക്കാതെ വെറും 4 ടിഫൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. നികേഷ് പറയുന്നുണ്ട് എന്തോ ഏട്ടന് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. നിധി പറഞ്ഞു എന്താ വെച്ചാൽ ഞങ്ങളോട് പറയൂ അമ്മേ. ഇല്ല മോളെ ഒന്നുമില്ല, ജോലി സ്ഥലത്ത് ഓരോ പ്രശ്നമാണ്, വേറെ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ നികേഷിൻ്റെ അടുത്ത് ടിഫൻ ബോക്സ് വാങ്ങിയിട്ട് ഭക്ഷണമൊക്കെ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ. എന്തായാലും അവർ പോകുന്നുണ്ട്. പോണ സമയത്ത് നമ്മുടെ സുധീഷ് ആണെങ്കിൽ വലിയ പുറപ്പാടിലാണ് ആ പെണ്ണിൻ്റെ മുന്നിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട്. നിധിയോട് ചോദിക്കേണ്ടത് എങ്ങനെയുണ്ട് നോക്കുക എൻ്റെ ഡ്രസ്സ്, ഇത് നീ വാങ്ങി തന്ന ഡ്രസ്സ് അടിപൊളിയല്ലേ, ഇതിട്ടിട്ട് ഞാൻ എങ്ങടാ പോണറിയോ ആ പെൺകുട്ടിയെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിധിനെ വെറുപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷ് ഇറങ്ങിപ്പോണ്ട് നമ്മുടെ നിധിയും നികേഷും പറയുന്നത് നമുക്ക് പതുക്കെ പോവാം, സുധീഷിൻ്റെ ഇതൊക്കെ കഴിയട്ടെ അവിടുത്തെ, എന്നിട്ട് നമുക്ക് അപ്പോഴേക്കും പതുക്കെ എത്താമെന്ന് പറയുന്നത്. അവരെത്തുമ്പോഴും നമ്മുടെ സുധീഷ് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സുധീഷ് ആണെങ്കിൽ ഇവരെ കാത്തും കൊണ്ട് നിൽക്കുകയാണ്. ഇവർ വന്നിട്ട് വേണം ആ പെൺകുട്ടിയോട് പോയി സംസാരിക്കാം, നമ്മുടെ നിധിക്ക് ദേഷ്യം പിടിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നുണ്ട്. അവരും ബസ് സ്റ്റാൻഡിൽ എത്തുന്നുണ്ട്. നമ്മുടെ നിധിയും നികേഷും എത്തുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് നിധിയോട് പറയുന്നുണ്ട് ഞാൻ ആ പെൺകുട്ടിയോട് പോയി സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നുണ്ട് നിങ്ങൾ ആരോട് സംസാരിച്ചോളൂ എനിക്ക് എന്താന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് സംസാരിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നികേഷ് പറഞ്ഞ ഏടത്തി പോയി പറയൂ ഞാനാണ് ഭാര്യ എന്ന് പറയുന്നു പറയുമ്പോൾ സുധീഷിന് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ആവട്ടെ, അതിന് മുന്നോട്ട് പോട്ടെ, സുധീഷിന് അങ്ങനെ ഒരു ചിന്ത ഇല്ലല്ലോ, ഞാൻ ഭാര്യ എന്നുള്ള ചിന്ത ഇല്ലല്ലോ. എന്തായാലും നമ്മുടെ സുധീഷ് ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ പോകുന്നുണ്ട്. ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട് ഹലോ ഞാൻ സുധീഷ്. ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ ഗായത്രി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും രണ്ടാളും ഷേക്കാൻ്റൊക്കെ കൊടുക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ ഞങ്ങൾ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ആ പെൺകുട്ടി സുധീഷ് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ആ സുധീഷ് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനങ്ങനെ വെയിൽ കൊള്ളണം, ഞാൻ നിന്നെ കൊണ്ടാക്കാം, എൻ്റെ കയ്യിൽ ബൈക്ക് ഉണ്ട് എന്നൊക്കെ പറയണ്ടേ. വേണ്ട എന്നാൽ ബസ് വരോളം ഞാൻ നിന്നോട് സംസാരിക്കട്ടെ പറയുമ്പോൾ ആ പെൺകുട്ടി ആയിക്കോട്ടെ. ആ പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ട് സുധീഷിനോട് സംസാരിക്കാൻ. നിധിക്കാണെങ്കിൽ ദേഷ്യം വന്ന് ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നികേഷിനോട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഒരു ഓട്ടോ വിളിച്ച് പോട്ടെ, എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റില്ല നികേഷ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നികേഷ് പറഞ്ഞ ആയിക്കോട്ടെ. അപ്പോഴേക്കും ഒരു ഓട്ടോ വരുന്നത് നിധിയാണെങ്കിൽ അതിൽ കയറി പോകുന്നുണ്ട്. നമ്മുടെ സുധീഷ് വിചാരിക്കേണ്ടോ അവൾക്ക് ഞാൻ ഈ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് കണ്ടു നിൽക്കാൻ വയ്യാഞ്ഞിട്ട് അവൾ വേഗം മുങ്ങിയതാന്നൊക്കെ വിചാരിക്കേണ്ടത്. നികേഷും വിചാരിക്കേണ്ടത് എനിക്കൊരു ബസ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിത് കണ്ടു നിൽക്കണ്ടല്ലോ, ഞാനും പോയിരുന്നു. ഈ ഏട്ടൻ എന്ത് പ്രാന്ത, ഈ ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഏടത്തേക്ക് സ്നേഹം കൂടുന്ന വിചാരിക്കണേ. ഏടത്തേക്ക് ഒരിക്കലും സ്നേഹമല്ല ഉണ്ടാവുക, ദേഷ്യം ഉണ്ടാവുക എന്ന് ഏട്ടൻ എന്താ മനസ്സിലാവാത്തതെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ നീതിയുടെ ഓഫീസിൻ്റെ മുന്നിൽ വന്നിട്ട് സുഭാഷ് ഏട്ടൻ ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിക്കുന്ന സമയത്ത് നമ്മുടെ നിധി ഇറങ്ങി വരുന്നുണ്ട്. നിധി ചോദിക്കുന്നുണ്ട് എന്താ സുഭാഷ് ഏട്ടൻ നേരിട്ടിട്ട് ഓഫീസിലേക്ക് വരാനിരുന്നില്ലേ, ഇവിടെ വന്നിട്ട് എന്തിനാ എന്നെ ഫോൺ വിളിക്കണേ ചോദിക്കണേ. ഒന്നുമില്ല മോളെ എൻ്റെ വേഷം നന്നല്ല അതാണെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട് നിധി എനിക്ക് ഒരു കാര്യം പറയാണ്ട്, ഇന്ന് വൈകുന്നേരം ഞാനൊരു ബ്രോക്കർ ഒരു പെണ്ണിനെ ഏൽപ്പിച്ചിരുന്നു, അവർ വൈകുന്നേരം കാണാൻ വരുന്നുണ്ട് ഇത്ര. അത് നല്ല കാര്യമല്ല സുഭാഷ് ഏട്ടൻ, അതിനെന്തിനാ അത്ര വിഷമിച്ച് പറയുന്നത്. അല്ല എനിക്ക് എൻ്റെ അനിയന്മാരോട് ഇത് പറയാൻ നാണക്കേടാവണം, നീ ഒന്ന് പറയുമോ ചോദിക്കുന്നുണ്ട്. എത്ര മണിക്കാണ് വരിക, 5 മണിക്ക്. ഞാൻ എന്തായാലും ഇപ്പം തന്നെ ഓഫീസിൽ നിന്ന് പറഞ്ഞിറങ്ങാം ഏട്ടാ, വീടൊക്കെ വൃത്തിയാക്കേണ്ടത് നല്ല കാര്യമല്ലേ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ സുഭാഷ് ഏട്ടനാണെങ്കിൽ സന്തോഷത്തിലല്ല പറയണത്, വല്ലാതെ വിഷമത്തിലാണ് പറയണത്. എന്തായാലും സുഭാഷ് ഏട്ടൻ ഇത് പറഞ്ഞിട്ട് നീയും വായോട്ടോ വേഗം ഇറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നമ്മുടെ നിധി വേഗം ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ സുധീഷിനെ വിളിച്ച് വരുത്തുന്നുണ്ട്. എന്തായാലും രണ്ടാളും കൂടി വീടൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് ചോദിക്കുന്നുണ്ട് എന്തിനാ അങ്ങനെ വൃത്തിയാക്കണം, എന്താ അവിടെ വിശേഷം, നിൻ്റെ അച്ഛനൊക്കെ വരുന്നുണ്ടോ പറയണ്ട. നിധിക്ക് ദേഷ്യം വേണ്ട, അതൊന്നും അല്ല ഞാൻ പറയാമെന്ന് പറഞ്ഞ് കുറേ കുടത്തലത്തേക്ക് പാത്രമൊക്കെ എടുത്തിട്ടുണ്ട്. ഈ അടുക്കള കണ്ടാലും മതി, ഞാൻ എപ്പോഴും വിചാരിക്കും കുറച്ച് നല്ല പാത്രങ്ങൾ വാങ്ങണമെന്ന്, എപ്പോഴും എനിക്ക് സമയം കിട്ടാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷിനോട് പറയേണ്ടത് ഈ പാത്രങ്ങൾ മുഴുവൻ കഴുകാൻ പറയുന്നുണ്ട്. സുധീഷ് ആകെ ഞെട്ടുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.